സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ബാക്കി എന്നാ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. അടുത്തത്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ എന്ത് ചെയ്തു? ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കുമായി സ്നേഹത്തിൽ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? മുൻ നിയമിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഈ ഭാഗം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ നമുക്കൊരു ചിന്ത വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിൽ അനുഗ്രഹം എന്ന് പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത് ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. എന്നാൽ അപ്പൊ ചോദിക്കും, നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും വേണ്ടേ? വേണം, നിശ്ചയമായിട്ടും വേണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മത്തായി സുവിശേഷം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, 6-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അവിടെ കർത്താവ് പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് ന്യായമായി, ഞാനെപ്പോഴും പറയുന്ന പോലെ ന്യായമായിട്ട് ദൈവമക്കളെ നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടതൊക്കെ കർത്താവ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മൾ എപ്പോഴും പട്ടിണി കിടക്കണമെന്നും എപ്പോഴും കീറിയ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കണമെന്നും ഒന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ന്യായമായിട്ടുള്ളത് കർത്താവ് നമുക്ക് തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പലപ്പോഴും ഈ പ്രസംഗങ്ങൾ നമുക്കിന്ന് നമ്മുടെ യൂട്യൂബ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ടൈപ്പ് പ്രസംഗങ്ങൾ അതിനകത്ത് കിടക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഇനി ശ്രദ്ധിച്ചോണം. ഈ അനുഗ്രഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവരെല്ലാം എടുക്കുന്ന വാക്യം എവിടുന്നാണെന്നറിയോ? പഴയ നിയമത്തിൽ നിന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇയ്യോബിനെ കുറിച്ച്, ഹിസ്കിയാവിനെ കുറിച്ച് ഇതൊന്നും പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇവരെയാണ് എന്ത് ചെയ്യുന്നത്? എടുക്കും. ദാവീദിനെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇതെല്ലാമാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇതെല്ലാം നമ്മൾ ഈ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ഇതൊക്കെ എടുത്തു നല്ലതാണ്. പക്ഷേ ഈ അനുഗ്രഹം അവരുടെ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, ശരിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ പഠിച്ചതാണ്, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അബ്രഹാം ആ അനുഗ്രഹത്തിന്റെ പുറകെ എന്ത് ചെയ്തില്ല? പോയില്ല. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ അബ്രഹാം പറയുകയാണ്, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അബ്രഹാം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അനുഗ്രഹമൊക്കെ കിട്ടിയ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നത്, എനിക്ക് തോന്നുന്നു 12-ാം അധ്യായം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. ദൈവം ശില്പിയായി അതിന്റെ ഒരു 1-2 വാക്യം പുറകോട്ടിട്ട്. വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. ശ്രദ്ധിച്ചേ, വാഗ്ദത്തമൊക്കെ ദൈവം കൊടുത്തു ഈ ഭൂമിയിലെ. പക്ഷെ പുള്ളി അതുകൊണ്ട് എന്ത് ചെയ്തില്ല? തൃപ്തനായില്ല. അബ്രഹാമിന് മനസ്സിലായി ഇതെല്ലാം ഇവിടത്തേക്കുള്ളതാ, ഇവിടെ കൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യും? തീരും. എന്തുകൊണ്ട്? അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവെന്ന് പേര് കിട്ടാനിടയായെന്ന് ചോദിച്ചാൽ
അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി അനുഗ്രഹമൊക്കെ കൊടുത്തു, അനുഗ്രഹമൊക്കെ കിട്ടി. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഒക്കെ കൊടുത്തു. ഇതെല്ലാം കിട്ടി, ഭയങ്കര സന്തോഷവാനാണ്. മക്കളില്ലെന്ന് പറഞ്ഞു, മക്കളെ കൊടുത്തു, അല്ലേ? ഇതെല്ലാം അബ്രഹാമിന് കിട്ടി. പക്ഷേ ഇതെല്ലാം കിട്ടിയപ്പോഴും, ഭയങ്കര ധനാഢ്യനായിരിക്കുമ്പോഴും, ഹിത്യരുടെ മുമ്പിൽ ചെന്ന് അബ്രഹാം ചില കാര്യങ്ങൾ സാറയെ അടക്കാനായിട്ട് എനിക്ക് അല്പം സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഹിത്യര് പറയുകയാണ്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവായിട്ടിരിക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നോ? അപ്പൊ ദൈവത്തിന്റെ പ്രഭു എന്ന ലോകമനുഷ്യൻ ഹിത്യര് കണ്ട അബ്രഹാം, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം തന്റെ ജീവിതത്തിൽ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അബ്രഹാം പറയുകയാണ്, ഇതുകൊണ്ടൊന്നും ഞാൻ തൃപ്തനല്ല. ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം ദൈവം എനിക്ക് തന്നു, അതെല്ലാം ആ സൈഡിൽ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഇതിനപ്പുറത്തൊന്ന് എനിക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്. ഈ ഭൂമിയിൽ ഉള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയുകയാണ്, ഞാൻ ഒന്നിനായിട്ട് കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ ഭൂമിയിലെ വാഗ്ദത്ത ദേശമൊക്കെ ഞാൻ പ്രാപിച്ചു. കാരണം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഇറങ്ങി എന്ത് ചെയ്യണം? പുറപ്പെടുക എന്ന് പറഞ്ഞു. അപ്പൊ കാണിപ്പാനിരിക്കുന്ന ദേശമൊക്കെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, അവിടെ വന്നപ്പോഴും അബ്രഹാം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഇതിനപ്പുറത്തൊരു വാഗ്ദത്തം എനിക്ക് നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതാണ് അബ്രഹാം പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായിട്ട് അബ്രഹാം എന്ത് ചെയ്തു? കാത്തിരുന്നു. കണ്ടോ? അവിടെ പറയുന്നതിന് മുകൾ ഭാഗത്ത് നമ്മൾ വായിച്ച വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് അവൻ കാത്തിരുന്നു. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. കണ്ടോ? നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാ അബ്രഹാം കൊടുത്തത്? വിശ്വാസം. എന്തിനാ മക്കളെ കൊടുത്തത്? അബ്രഹാം കൊടുത്ത ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാ? ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിലെ വാഗ്ദത്തം ഒക്കെ ശരിയാണ്, നല്ലതാണ്, അതൊക്കെ വന്നോളും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാഗ്ദത്തങ്ങൾ ഇവിടെ കിട്ടുന്നതൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞെങ്കിൽ നല്ലത്, സന്തോഷം, അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചോണം. പക്ഷേ അതുകൊണ്ട് നമ്മൾ തൃപ്തരാകരുത്. അതുകൊണ്ട് എൻ്റെ മേലുള്ള വാഗ്ദത്വം എല്ലാം കിട്ടിയെന്ന് പറഞ്ഞിരിക്കരുത്. അതിനപ്പുറത്തൊരു വാഗ്ദത്തം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് നിത്യത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടാകണം. നമ്മളവിടെ വായിച്ചത്, അബ്രഹാം എന്ത് ചെയ്തു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കണ്ടോ? കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ ഈ കാത്തിരിപ്പ് ഒരിക്കലും മുഷിപ്പുണ്ടാക്കരുത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്തോ ഒരു ഭയങ്കര കാര്യത്തിന് വേണ്ടി അവിടെ ഈ നമ്മൾ അബ്രഹാമിന്റെ വിഷയമൊക്കെ പഠിക്കുമ്പോൾ ഈ അബ്രഹാം ഭൗതികത്തെക്കാൾ അപ്പുറമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി താൻ കാത്തിരുന്നതിനെയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, നമ്മൾ പഴയ നിയമത്തിലെ ഓരോ വ്യക്തികളെ എടുത്ത് അനുഗ്രഹത്തെക്കുറിച്ചും അവർക്ക് കിട്ടിയതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്ത് നമ്മൾ വിട്ടുപോകുന്ന ചിലതുണ്ട്. അവർ കാത്തിരുന്ന് പ്രാപിച്ച നിത്യതയെക്കുറിച്ച് നമ്മൾ വിട്ടുപോയി. മനസ്സിലായോ? അത് പലരും പറയുന്നില്ല. അത് പലരും വിട്ടുകളഞ്ഞിട്ട് അവർ ഇവിടെ നേടിയതിനെ കുറിച്ചാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ പാടുമല്ലോ, ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാം അതിവേഗം. അടുത്തെന്താ? അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തെന്ന് അറിയും. കണ്ടോ? അപ്പൊ അവിടെ ചെല്ലുമ്പോ അറിയാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഇവിടുത്തെ പണികളൊക്കെ തീക്കകത്തൂടെ എന്ത് ചെയ്യും? കയറ്റിവിടും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കയറ്റിവിടുമ്പോൾ തടി കൊണ്ട് പണിതതും പുല്ലുകൊണ്ട് പണിതതും അല്ലേ, ഇതെല്ലാം എന്ത് ചെയ്യും? തീക്കകത്തൂടെ കയറ്റി ശോധന ചെയ്യുമ്പോൾ
അതെന്ത് ചെയ്യും? കരിഞ്ഞു പോകുന്നെങ്കിൽ, അത് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനെന്തില്ല? പ്രതിഫലമില്ല. നിലനിൽക്കുന്നതിന് മാത്രമേ എന്തുള്ളൂ? പ്രതിഫലമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചത്, സ്നാനപ്പെട്ടത്, വീണ്ടും ജനനം പ്രാപിച്ചത്, ഇതൊന്നും വെറുതെ ആയി പോകരുത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മൾ സ്നാനപ്പെട്ടതും നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചതും നമ്മൾ രക്ഷിക്കപ്പെട്ടതും ഒന്നും ഈ ഭൂമിയിൽ എന്തെങ്കിലും മേടിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് മേടിക്കാനാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ഒന്നും അല്ല ഈ ഭൂമിയിലെ പണക്കാരാണോ? ഏറ്റവും വലിയ പണക്കാരവരാണോ? ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, വായ്പയായിട്ട് വല്ലതും കഴിക്കാൻ പറ്റുമോ നമുക്ക്? നല്ല പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് ഈ പിള്ളേർക്ക് ഇടാൻ പറ്റുമോ? അപ്പൊ നമുക്കൊരു വേർപാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവീൻ. കണ്ടോ? അപ്പൊ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വേർപാടനുഷ്ഠിക്കുന്നവനാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കൊരു വേർപാടുണ്ട്. നമുക്കതുണ്ടോ ഇല്ലയോ നമ്മൾ തന്നെ തീരുമാനിക്കാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ അടുത്ത ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം നമുക്കറിയാം, ഈ വീണ്ടെടുപ്പ്, റിഡംഷൻ, വീണ്ടെടുപ്പ്. അപ്പം എങ്ങനെയാ ഒരു വ്യക്തിക്ക് വീണ്ടെടുപ്പുണ്ടാകുന്നത്, വീണ്ടും ജനനം ഉണ്ടാകുന്നത്? ഞാനിന്ന് സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ച് 2 ജനനം ദൈവവചനം എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒന്നാമത്തെ ജനനം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു. അതിനെക്കുറിച്ച് ദാവീദ് പറയുന്നു, ഞാൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പൊ ജനനം എങ്ങനെയാ? പാപത്തിൽ ജനിക്കുന്നു. 2-ാമത്തെ ജനനമാണ് നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, മോനെ നിക്കോദിമോസേ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല? കടക്കത്തില്ല. കണ്ടോ? അപ്പൊ വീണ്ടും ജനനം വേണം. അപ്പൊ എന്താ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്? ഇവിടെ പറയുകയാണ്, അവനിൽ നമുക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം. അപ്പം എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. അല്ല, ക്ഷമിക്കണം മക്കളെ, 2-ാം അധ്യായം ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ വായിച്ച വാക്യം ഇതാണ്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ നോക്കിക്കേ, വീണ്ടെടുപ്പ് പ്രാപിച്ചു, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു. ചിലർ ചോദിക്കും, എന്തിനാ വീണ്ടും ജനനം പ്രാപിക്കുക? ചുമ്മാ പെന്തിക്കോസുകാരുടെ ഒരു പരിപാടിയാണ്. നോ, പെന്തിക്കോസുകാരുടെ പരിപാടിയല്ല, വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഒത്തിരി പേര് വന്നിട്ട് ഇതൊക്കെ നിങ്ങളോട് ചോദിക്കും. ഈ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഒഴുകി പോവാണെങ്കിൽ ആരും നമ്മളെ എന്ത് ചെയ്യത്തില്ല? മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യുമോ? മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഒഴുക്കിന് എതിരെ നമ്മൾ നിൽക്കുമ്പോഴാണ് ആൾക്കാർ നമ്മെ എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിക്കുന്നത്. നോക്കിയേ, ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക്
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം ഇവിടെ പറയുകയാണ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അപ്പൊ നോക്കിക്കേ, നമ്മൾ മരിച്ചവരായിരുന്നു എന്നാ പറയുന്നത് അല്ലേ? അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ എന്ത് ചെയ്തവരായിരുന്നു? മരിച്ചവരായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. പെന്തിക്കോസ്ത് ഭവനത്തിൽ നമ്മുടെ അപ്പനും അമ്മയും വീണ്ടും ജനനം പ്രാപിച്ചു, സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നു. ആ കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചത് കൊണ്ട് നിങ്ങൾ ആരും ദൈവമക്കളായി തീരത്തില്ല. നിങ്ങൾ ഇവരുടെ മക്കളായി തീരത്തേ ഉള്ളൂ. നിങ്ങൾ ആരായിട്ട് മാറുന്നില്ല, ദൈവമക്കളായി തീരത്തില്ല. ശ്രദ്ധിച്ചോണം. അതിക്രമങ്ങളുടെ മോചനമൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. കാരണം നിങ്ങൾ എന്ന് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങൾ ഈ കർത്താവ് പറഞ്ഞ ഇതിൽ വിശ്വസിക്കുന്നുവോ അന്ന് വരെ നിങ്ങൾ ആരായിട്ട് മാറുന്നില്ല, ദൈവമക്കളായിട്ട് മാറുന്നില്ല. നിങ്ങൾ പിന്നെ പറയാം, ഞങ്ങളും എവിടാ? പെന്തിക്കോസിലാണെന്ന് പറയാം. അത്ര മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ അതിക്രമങ്ങളും പാപങ്ങളാലും നമ്മൾ മരിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു. പക്ഷേ അവിടെ എന്താ അടുത്ത പറഞ്ഞത്? ഈ കർത്താവ് നമ്മെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു വീണ്ടും ജനനം നിങ്ങൾക്ക് വരാത്തിടത്തോളം കാലം നിങ്ങൾ ദൈവമക്കളായി തീരുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഒരിക്കൽ സ്നാനപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ വീണ്ടും ജനനമൊക്കെ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ട് പോയി അറിയാതെ ഈ അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞതിനകത്തോട്ട് വീണ്ടും ഈ ചെളിക്കകത്തോട്ട് പോയിട്ട് അവിടെ പോയി കിടക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? കൈയടിക്കാം, പാട്ടുപാടാം, പ്രസംഗിക്കാം, യൂത്ത് ലീഡറാകാം, ഞങ്ങളുടെ കണക്ക് യൂത്ത് കോർഡിനേറ്റർ ആകാം, ഇവാഞ്ചലിസത്തിന്റെ ചുമതല വഹിക്കാം. ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ആരല്ല, നമ്മൾ ആരിൽ നിന്നകന്നു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നുവോ അത്രത്തോളം നമ്മൾ ലോകത്തിൽ നകലും. അകലുന്നില്ലെങ്കിൽ നമ്മൾ ആരോട് അടുത്തിട്ടില്ല, അടുത്തിട്ടില്ല. നമ്മൾ എത്രത്തോളം ലോകത്തോട് അടുക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അകന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ ജഡം ചത്തിട്ടുണ്ടോ? ജഡം മരിച്ചിട്ടുണ്ടോ? ജഡത്തെ മരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? കുഞ്ഞുങ്ങളെല്ലാം എന്നെ ഇങ്ങോട്ട് നോക്കണേ. നമ്മുടെ ജഡത്തെ നമുക്ക് മരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കിന്നും ലോക മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം? അല്ലേ? നമുക്ക് എന്തെങ്കിലും വേർപാട് വന്നിട്ടുണ്ടോ? നമുക്ക് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം തന്നെ നമ്മൾ ലോകത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുക. നമ്മുടെ എല്ലാം ആഗ്രഹം ലോകക്കാർ നടക്കണമെന്ന് പോലെ നടക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. ഇവിടെ വരുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ നടക്കണമെന്നും ഇവിടെ വരാനുള്ള ഒരു കാരണം തന്നെ നമ്മൾ അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. അത് നിൽക്കുന്നുണ്ടാ എന്ന് പറയാൻ പറ്റൂ? അല്ല, ബേസ്മെന്റ് പറയാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ചർച്ചയിൽ വരുന്നത് കർത്താവിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണോ?
ആണോ? 100% ദൈവവചനം കേൾക്കുകയും ദൈവവചനം കേൾക്കുകയും ദൈവത്തോട് അടുത്ത് നിൽക്കുകയും വരുന്ന ഒരു ഗ്രൂപ്പ്. ഇനി ഞാൻ ചോദിക്കാം, ഇപ്പൊ കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നു എന്ന് പറയുക അല്ലേ? അപ്പൊ ഈ സഭയെ ചേർക്കാൻ വരുന്നു എന്ന് പറയുമ്പോ ഏതായി സഭ? ദൈവസഭ. അത് ഈ ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണോ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത്? എന്തുവാ നമ്മൾ കൂടുതൽ ഇതാണ് നമ്മളെല്ലാം ഭയങ്കര ഭക്തരാണ്, വിശുദ്ധരാണ്, കർത്താവ് ഇങ്ങോട്ട് വന്നാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആമേൻ കർത്താവായ യേശുവേ വേഗം വരണേന്ന് പറയുന്നത്. നമ്മൾ റെഡിയായി നിൽക്കുക, നമ്മളെ കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കർത്താവ് വരുമ്പോൾ ഈ സഭയാണോ ചേർക്കുന്നത്? അല്ല. ഇതിനകത്ത് നമ്മൾ താഴോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് മർമ്മത്തെക്കുറിച്ച് ഈ പൗലൂസ് ഒരിക്കല് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലൂസ് പറയുന്നു, ഈ മർമ്മം വലിയത്. ഞാൻ ദൈവസഭയെക്കുറിച്ചാണ് പൗലൂസ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവസഭയെക്കുറിച്ച് ആണ് പൗലൂസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കർത്താവ് വരുമ്പോൾ ഈ നമ്മൾ പറയും നമ്മളെല്ലാം ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ പോകാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നതൊക്കെ പറയുമ്പോഴും കർത്താവ് വരുമ്പോൾ നല്ലൊരു ശതമാനം എന്ത് ചെയ്യപ്പെടുക? കൈവിടപ്പെട്ടു പോവുക. നല്ലൊരു ശതമാനം ആളുകളും കർത്താവ് വന്നെന്ന് പോലും എന്ത് ചെയ്യത്തില്ല, കുറെ നാൾ കഴിഞ്ഞ് അറിയുന്നത് അല്ലേ? ഇപ്പൊ കർത്താവ് വന്നു, സപ്പോസ് പാസ്റ്റർ അങ്ങ് പോയെന്ന് കൂട്ടിക്കും, നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, പാസ്റ്റർ അങ്ങ് പോയി, നമ്മൾ ബാക്കി ആരും അറിഞ്ഞില്ല കർത്താവ് വന്നത്. കർത്താവിൻ്റെ നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ കേരളത്തിലത് ഈ പാസ്റ്റർ അതിരൂപൻ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പാസ്റ്റർ അതിരൂപൻ ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ വരയ്ക്ക് കേട്ടിട്ടുണ്ടോ? അതിരൂപൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പോസ്റ്ററുണ്ട്. അതായത് കർത്താവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, ഫ്ലൈറ്റുകളൊക്കെ ചാവുന്നു, ട്രെയിൻ ചെന്ന് ഇടിക്കുന്നു, കാറുകൾ ആക്സിഡന്റ്. അത് പാസ്റ്റർ അതിരൂപൻ എന്ന് പറയുന്ന വ്യക്തി വരച്ച് ഭയങ്കര പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഫ്ലൈറ്റിലുള്ളവരെ പെട്ടെന്ന് കാണാതാവുന്നു, കാർ ഓടിച്ചുകൊണ്ട് കുറച്ച് പേര് കാറിനകത്ത് പോകുമ്പോൾ ചിലരെ കാണാതാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ലോകത്തിൽ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. മനസ്സിലായോ? അപ്പൊ ആ കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ ഓർത്തോണം, നമ്മൾ അറിയാത്ത, നമ്മളിവിടെ പറയുമല്ലോ, ഈ ഇത്രയും പറഞ്ഞു കൂട്ടത് ഞാനതൂടെ പറയാം. ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾ എത്ര പേര് ഓർക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ ഓർത്തില്ല, ഈ കർത്താവിൻ്റെ പ്രത്യക്ഷയ്ക്ക് നമ്മൾ പറയുന്നത് എന്തുവാ പറയുന്നത്? ഉൽപ്രാവണം എന്ന് പറയത്തില്ല. ആദ്യത്തെ നമ്മൾ കർത്താവിൻ്റെ ആ രഹസ്യ വരവ്, റാപ്ചർ എന്ന് പറയും അല്ലേ? എന്താ റാപ്ചർ എന്ന് പറഞ്ഞാൽ? എന്താ റാപ്ചർ എന്ന് പറഞ്ഞാൽ? റാപ്ചർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമല്ല ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് കാണാതെ പോവുക, കണ്ണിമയ്ക്കുന്നതിനിടയിൽ. ആ പൗലോസ് അങ്ങനെ പറഞ്ഞില്ലേ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ അല്ലേ? അതാ കണ്ണടച്ചു തുറക്കുന്നുണ്ട്. നമുക്കറിയാം, അത് ഈ റാപ്ചർ എന്നുള്ള വാക്കിന് യഥാർത്ഥ അർത്ഥം എന്തുവാ? റാഞ്ചിക്കൊണ്ട് പോവുക. മനസ്സിലായോ? അതായത് നമുക്കറിയാം, നമ്മൾ പണ്ട് കേരളത്തിലൊക്കെ ജനിച്ചു വളർന്നവർക്കറിയാം, കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ട് അയ്യത്തോടി ഇങ്ങനെ നടക്കുമ്പോൾ പരുന്തും ഒക്കെ വന്ന് ഇങ്ങനെ മറഞ്ഞിരിക്കും. എന്നിട്ട് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് പശൂന്നും പറഞ്ഞ് താഴോട്ട് വന്ന് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. ഇതുപോലെയാണ്, ഇതാണ് റാപ്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹാനോക്ക് കർത്താവിനോട് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതായി. നോക്കിയേ, ആ ഒരു അനുഭവമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതായി. നിങ്ങൾ ശ്രദ്ധിക്കണം, പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷെ ഈ ഹാനോക്ക്
ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ തന്നെ അവൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തിരുന്നു. നിങ്ങൾ ആ ഭാവം വായിച്ചു നോക്ക്. അവന് ഭാര്യ ഉണ്ടായിരുന്നു, അവന് മക്കളുണ്ടായിരുന്നു, കുടുംബജീവിതം ഉണ്ടായിരുന്നു, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു, അല്ലേ? അന്നത്തെ സോഷ്യൽ ലൈഫിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തു. ഇന്നത്തെ ആയിട്ട് വളരെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ അവനും ഒരു സോഷ്യൽ ലൈഫ് അവന് ഉണ്ടായിരുന്നു. അല്ലാതെ എപ്പോഴും പുള്ളി മുറിക്കകത്ത് കയറി ബൈബിളും തുറന്നു വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊന്നും അല്ലായിരുന്നു. നിങ്ങൾ ദൈവവചനം വായിച്ചു നോക്ക്. പക്ഷേ ഇതെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഹാനോക്ക് പ്രയോറിറ്റി കൊടുത്തത് ആരുടെ കൂടെ നടക്കാനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവമക്കളെ, ഇന്നത്തെ കൂട്ട് ഓഫീസ് വർക്കും കമ്പ്യൂട്ടർ വർക്കും IT ഡിപ്പാർട്ട്മെന്റുകളും ഒന്നും അന്നില്ലായിരുന്നു. പക്ഷേ അന്നത്തെ നിലയിൽ തൻ്റെ കുടുംബ സന്ധാരണത്തിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ആര് ചെയ്യുന്നുണ്ടായിരുന്നു? ഹാനോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ഹാനോക്ക് പ്രയോറിറ്റി കൊടുത്ത ഒരു കാര്യമുണ്ട്. എന്താ? ദൈവത്തോട് കൂടെ നടക്കുക. മനസ്സിലായോ? നോക്കിയേ, ലോകത്തിൽ അവന് ബന്ധങ്ങളുണ്ട്, ലോകത്തിൽ അവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാമെന്ന്, അവന്റെ റിലേറ്റീവ്സ് ഉണ്ട് അവിടെ. ഇന്നത്തെ കൂട്ട് ഇത്രയും ഒരു ജനപ്പെരുപ്പം ഒന്നും ഇല്ലെങ്കിൽ പോലും കുറെ തലമുറകൾ കഴിഞ്ഞാണ് ആര് വരുന്നത്? ഹാനോക്ക് വരുന്നത്, അല്ലേ? നിങ്ങൾ വായിച്ചു നോക്ക്. ആദം കഴിഞ്ഞു, പിന്നെ കയീൻ ഹാബേൽ വരുന്നു, പിന്നെ ശേം ഹാം യാഫത്ത് വരുന്നു. ഇങ്ങനെ ഓരോ വ്യക്തികൾ വരുന്നു. കുറെ തലമുറ മുൻപോട്ട് വന്നു കഴിയുമ്പോഴാണ് ആര് വരുന്നത്? ഹാനോക്ക് വരുന്നത്. അല്ലാതെ ആദമിന്റെ കൂട്ട് ദൈവവുമായിട്ട് മാത്രമുള്ള ഒരു ബന്ധത്തിലല്ല ആര് നിന്നത്? ഹാനോക്ക് നിന്നത്. നമ്മൾ ഓർക്കണം, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലോകത്തിൽ അവൻ ജീവിക്കുമ്പോൾ അന്നത്തെ നിലയിൽ അവനൊരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു, അല്ലേ? അന്നത്തെ നിലയിൽ അവന്റെ റിലേറ്റീവ്സ് ഉണ്ട്, അവന്റെ ഭാര്യയുണ്ട്, അവന്റെ മക്കളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മളെ പോലെ ഒരു ജീവിതം അവനും ഉണ്ടായിരുന്നു. പക്ഷേ ഓർക്കണം, എന്തുകൊണ്ട് ഹാനോക്കിനെ മാത്രം ദൈവം എന്ത് ചെയ്തു? എടുത്തു എന്ന് പറയുമ്പോൾ അന്നത്തെ തലമുറയിൽ ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ നടക്കുന്നതിന് അവൻ എന്ത് ചെയ്തു? പ്രയോറിറ്റി കൊടുത്തു. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വിശാലമായിട്ട് വന്നെങ്കിലും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രയോറിറ്റി എന്താ? നമ്മൾ കർത്താവിനോട് കൂടെ നടക്കാൻ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഹാനോക്ക് ഇങ്ങനെ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ഒരു ദിവസം ഹാനോക്ക് പറഞ്ഞു, എന്തായാലും ഇതുവരെ നീ എൻ്റെ കൂടെ നടക്കുമായിരുന്നല്ലോ, പോരാൻ പറഞ്ഞു. ഹാനോക്കിനെ നേരെ പുള്ളി ദൈവം അങ്ങോട്ട് കൊണ്ടുപോയി, തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എഴുതിയിരിക്കുന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. കണ്ടോ? അപ്പം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടു. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ റാപ്ചറിൽ അപ്പൊ ആരൊക്കെ അന്നേരം എടുക്കപ്പെടുന്നത്? ദൈവത്തോട് കൂടെ നടക്കുന്നത്. എന്തായി ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞു? വചനമനുസരിക്കുക. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ വെച്ച് നമുക്കൊരു വേർപാടുണ്ട് കുഞ്ഞുങ്ങളെ, നമുക്കൊരു സെപ്പറേഷൻ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാനും ലോകമനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസം ഒന്നിലുമില്ലെങ്കിൽ ഞാൻ ആരായിട്ടില്ല, ഇതുവരെ ദൈവമകനായിട്ടില്ല. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ പിണങ്ങണമെന്നോ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നോ അല്ല ഈ പറയുന്നത്. അവർ നമ്മെ പലതിനും ക്ഷണിക്കുമ്പോൾ നമുക്ക് വചനപ്രകാരം
നമുക്ക് അത് പറ്റത്തില്ലെങ്കിൽ അവരോട് നോ പറയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. മനസ്സിലായോ? ഞാൻ അന്നൊരു ഉദാഹരണം ഇത് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഞാനത് ഒന്നുകൂടെ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ കൂടെ മുസ്ലിം കുഞ്ഞുങ്ങൾ പഠിക്കും അല്ലേ? നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ പോർക്കൊക്കെ കഴിക്കും, നല്ലൊരു ശതമാനവും പോർക്ക് കഴിക്കുന്നവർ. നമ്മൾ റോളൊക്കെ ഉണ്ടാക്കി നല്ല സ്വീറ്റ് ആൻഡ് ചില്ലി സോസൊക്കെ ഒഴിച്ച് ഒരെണ്ണം അവർക്കൂടെ നമ്മൾ കൊടുത്താൽ അവരെന്തു പറയും? എന്നുവെച്ചാൽ ഞാൻ അവരെ കൊന്നാൽ അവരെന്ത് ചെയ്യത്തില്ല? കഴിക്കുമോ? കഴിക്കത്തില്ല അവര്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു. ഇനി നമ്മളല്ലാതെ ഇച്ചിരി ഒരു ഫുഡ് അവർക്ക് കൊണ്ട് കൊടുത്താൽ അവരാദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് അല്ലേ? നോക്കിയ അതാണ് അവരുടെ സെപ്പറേഷൻ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് അതാ. നല്ല മുസ്ലിം ആണെങ്കിൽ വെള്ളം അടിക്കുന്ന ഏരിയയിൽ പോലും അവരെന്ത് ചെയ്യത്തില്ല, പോവും. ഇനി ഞാൻ ചോദിക്കട്ടെ, അവരുടെ ഏതെങ്കിലും ഒരു കടയിൽ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആക്ച്വലി നമ്മൾ ക്രിസ്ത്യാനിയുടെ കടയിൽ അത് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മൾ പറയും ആ ദൈവം കൊള്ളത്തില്ല എന്നൊക്കെ നമ്മൾ പറയും, ശരിയാ. പക്ഷേ ഈ കൊള്ളാത്ത നമ്മൾ പറയുന്ന ദൈവത്തിനു വേണ്ടി അവർ സെപ്പറേഷൻ ആചരിക്കുന്നെങ്കിൽ നമ്മൾ ലോകത്തിൽ എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്നൊക്കെ നമ്മൾ നാഴിക്ക് 40 വട്ടം പറയുന്ന ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര സെപ്പറേഷൻ ഉണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ദൈവത്തിന് വേണ്ടി അവരിതെല്ലാം അവരുടെ സെപ്പറേഷനാണ് അല്ലേ? അവർ ഉപേക്ഷിക്കുക ദൈവത്തിന് വേണ്ടി. അവരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം എന്നൊക്കെ നമ്മൾ ഭയങ്കര വർത്തമാനം പറഞ്ഞേച്ച് നമ്മൾ കിട്ടുന്ന എല്ലാം വാരി തിന്നത്തില്ലേ? അല്ലേ? നമ്മൾ ഒത്തിരി ഉപേക്ഷയായിട്ട് വിചാരിക്കും. അവരിന്നും ഏത് ചൂടത്തും നല്ല മുസ്ലിം സ്ത്രീകൾ ഈ മറ്റെന്തോ അതിന് പറയുന്നത് പർദ്ദാന്നാണ് അതിന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കറുപ്പ് ചൂടിന് ഭയങ്കര എതിരുള്ള സാധനം. നമുക്കൊക്കെ അറിയാം. അവരിട്ടുകൊണ്ട് പോകുന്ന സാധനത്തിൻ്റെ കളർ ഏതാണ്? കൂടുതലും ആൾക്കാർ ഏതായിട്ടെന്ന് കറുപ്പ്. ഈ ചൂടത്ത് അടിയിൽ നല്ല ഡ്രസ്സിട്ട് അതിൻ്റെ പുറത്തിട്ട് തലയെല്ലാം മറച്ച് എന്തിനാ അവർ പോകുന്നത്? നിയമം പാലിക്കുക, അവരുടെ സെപ്പറേഷൻ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ചർച്ചയിൽ വന്ന ചുമരെ തലേ തുണിയിടാത്ത പുള്ളികളില്ലേ നമ്മുടെ പുള്ളികൾ? അല്ല, ഞാൻ മക്കളെ നിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടത്. അബദ്ധത്തിൽ നമ്മുടെ തലയിൽ നിന്ന് പോകാം, അത് സ്വാഭാവികം. അവളെന്നെ നോട്ട് വിട്ടേക്കുക, അവൾക്ക് അബദ്ധം പറ്റിയ. ഞാൻ പറഞ്ഞത്, നമുക്ക് ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇവിടെയും കീറിയ പാനിട്ടുകൊണ്ട് വരാൻ പെൺപിള്ളേർക്ക് ചർച്ച വരാൻ എന്തെങ്കിലും നാണക്കേടുണ്ടോ ഇന്ന് നമ്മുടെ പിള്ളേർക്ക്? ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പിള്ളേർ പറയും, പാസ് ഭയങ്കര ടിപ്പിക്കൽ പെന്തിക്കോസാണ്. ഇത് ടിപ്പിക്കൽ പെന്തിക്കോസ് അല്ല, ദൈവവചനത്തിന്റെ ഉപദേശം. പണ്ട് നമുക്ക് ഇപ്പം ഇവിടെ പ്രായമുള്ള ഞങ്ങളിപ്പോൾ 2-3 പേരേ ഉള്ളൂ, ബിജു ബ്രദർ, ഞാൻ, ബെസുവറൊക്കെ ആണെങ്കിൽ
ഈ ഞങ്ങളുടെയൊക്കെ കാലത്ത് കീറിയ പാൻറ് ഇട്ടുകൊണ്ട് പോയാൽ അത് നാണക്കേടായിരുന്നു അല്ലേ? എന്റെയൊക്കെ നിക്കറിന്റെ ചെവിടൊക്കെ കീറി ഞാനിങ്ങനെ പിടിച്ചോണ്ടൊക്കെ ബാഗൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാ? നാണക്കേട് കൊണ്ട് അല്ലേ? ഇന്നോ അതാ ദൈവത്തെ എഴുതിയിരിക്കുന്നത്, ലജ്ജയായതിൽ അവർക്ക്, വായിച്ചിട്ടില്ല, തിമോഥെയോസ് ലേഖനത്തിൽ കിടപ്പുണ്ട്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഉണ്ടോ? എവിടെ വരെ എത്തി നമ്മള്? ഞാൻ പറഞ്ഞത് ഈ അപ്പച്ചന്മാര് പറയുന്ന എല്ലാം വേർപാടിന്റെ ഇതാണ്. വെള്ള ഉടുപ്പിടണം, ക്ലീൻ ഷേവ്, ഇതൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് ദൈവമക്കളെ, നമ്മൾ വേർപാട് അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇന്ന് നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട് കൂടി വന്ന ജനം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഓരോരുത്തരും എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അടുത്ത പറഞ്ഞു, വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവീൻ. ഉണ്ടോ? എന്നിട്ട് പറഞ്ഞു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അന്ന് 3000 പേര് സ്നാനമേറ്റു. അടുത്ത പറയുന്നത് അവർ ആര്? ഞാനിന്ന് പഠിപ്പിച്ചോ പറഞ്ഞു, ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, പെന്തിക്കോസ്തുകാരുടെ ചോദിക്കുന്ന, പുതിയ തലമുറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്നാനപ്പെട്ടാലേ കർത്തൃമേശ എടുക്കാൻ പറ്റത്തുള്ളൂ. കേട്ടിട്ടുണ്ടോ നിങ്ങളല്ല ചോദ്യം? അങ്ങനെ പഠിപ്പിക്കുന്ന പാസ്റ്റർമാർ വരെ വന്നു. സ്നാനപ്പെട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം? കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അനേക പ്രാവശ്യങ്ങൾ നാട്ടിൽ ചെന്നപ്പോഴും ഒരു പാസ്റ്റർ ആ ചർച്ചിൽ പഠിപ്പിക്കുന്നതാണ്, സ്നാനപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ സ്നാനപ്പെട്ട നിങ്ങൾ രക്ഷിക്കപ്പെട്ട അല്ല മാനസാന്തരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കർത്തൃമേശ എടുക്കാം. നിങ്ങൾ ചൊവ്വ നേരെ അതൊന്ന് വായിച്ചു നോക്കണം. മക്കളെ, ആ ഭാഗം നിന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും 2-ാം അധ്യായം 41-42 ശ്രദ്ധിക്കണം. ഇതിനകത്ത് കിടപ്പുണ്ടത്. നമ്മൾ ബൈബിൾ പലപ്പോഴും ഓക്കെ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത കേട്ടോ മക്കളെ, അവർ ആര്? ഈ അവർ എന്ന് പറഞ്ഞവരാരാ? ഈ വാക്ക് കേട്ടവര്, വാക്ക് കേട്ട് സ്നാനപ്പെട്ടവർ. ഈ 3000 പേരെ കുറിച്ചാണ് അന്ന് ഇത് പറയുന്നതെങ്കിൽ പറയുന്നത്. പക്ഷേ ആ 3000 പേർക്ക് വേണ്ടി മാത്രം ഉള്ളതായിരുന്നോ? അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ട് എന്ത് ചെയ്തു? തീർന്നു. സ്നാനവും തീർന്നു, കർത്തൃമേശ തീർന്നു. പക്ഷെ ഇവിടെ പറയുകയാണ് അവർ. ഈ അവർ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാട് അനുഷ്ഠിക്കുന്ന ഓരോ ദൈവ പൈതലും അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. മനസ്സിലായോ? അല്ല, വരുന്നവർക്കും പോകുന്നവർക്കും ഗവൺമെന്റ് കൊടുക്കുന്ന ഇടക്കാലാശ്വാസം പോലെ, വീട്ടിൽ തന്നെ ശാപ്പാടടിക്കുന്നതിന് മുമ്പ് ഇടക്കാലാശ്വാസം പോലെ വായി കൊടുക്കാനുള്ളതല്ല. ഏത് അപ്പവും വീണ്ടും. മനസ്സിലായോ? നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച്. കണ്ടോ? കാരണം നമ്മൾ കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നതെന്നാൽ, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ഒപ്പം കൊടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. കണ്ടോ? അപ്പൊ ഇത് ആരുടെ ശരീരമായത്? കർത്താവിന്റെ ശരീരം. അപ്പൊ ഇതിനെന്തുണ്ട്? വ്യവസ്ഥയുണ്ട്. മനസ്സിലായോ? ഇത് 4% ഉപദേശിമാർ ഇന്ന് ബൈബിൾ വരെ വായിച്ചിട്ടില്ല.
ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. ഇവിടെ പറയുന്ന ആ മുകൾ ഭാഗത്ത് കുറെ ഇപ്പൊ 7 അടിസ്ഥാന നിർദ്ദേശം ഉണ്ടെങ്കിൽ മുകളിൽ 2-3 പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്തത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. കണ്ടോ? അപ്പൊ ഇത് ആർക്കുള്ളതാ ഈ സാധനം? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇവർക്കുള്ളതാ. മനസ്സിലായോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇന്ന് പറഞ്ഞില്ല, അടുത്ത ആഴ്ച പറഞ്ഞാൽ മതി, ബൈബിൾ വായിച്ചിട്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ദൈവമക്കൾക്ക് ഒരു വേർപാടുണ്ട്. അത് ടിപ്പിക്കൽ പെന്തിക്കോസ് ആണെന്ന് നിങ്ങൾ മുദ്ര കുത്തിയാലും, ഞാനതുകൊണ്ട് ഓരോ ഭാഗം എടുക്കുമ്പോഴും വചനത്തിൽ നിന്ന് വാക്യം എടുത്ത് കാണിച്ച് നിങ്ങളോട് പറയുന്നത്, ഇത് പെന്തിക്കോസുകാർ പറഞ്ഞ കാര്യമല്ല. പണ്ട് ആരും പറയാഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നിന്നെടുത്ത് ആരും പറയാഞ്ഞുകൊണ്ട് ഇത് നമുക്ക് പുതിയതായിട്ട് തോന്നിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ നിന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പോയ ഏതെങ്കിലും ഒരു ന്യൂജൻ ചർച്ചിൽ ഇതൊന്നും പറയാഞ്ഞത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ പറയുക, അവിടെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അവിടെ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. നോ, ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഠിപ്പിക്കാത്തതിന് ആരുടെ കുഴപ്പമാ? പോകട്ടെ, നമുക്ക് മടങ്ങി വരാം. ഇവിടെ പറയുന്നു, അവനിൽ നമുക്ക് മടങ്ങി വരാം. അവന്റെ രക്തത്താൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കണ്ടോ ദൈവമക്കളെ? അപ്പൊ എന്താ വീണ്ടെടുപ്പ്? എന്താ വീണ്ടും ജനനം? 2-ാം അധ്യായത്തിൽ നമ്മളിവിടെ വായിച്ചു കേട്ടു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ എന്ത് ചെയ്തു? കണ്ടോ? ഉയർപ്പിച്ചു. ഇനി എഫേസ്യർ അടുത്ത വാക്യത്തിലേക്ക് മുമ്പോട്ട് വന്നു വരാം. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഏത്? മോചനം എന്ന വീണ്ടെടുപ്പ്. നമ്മള് ഓരോ വാക്യം നിങ്ങൾ ലിങ്കായിട്ട് പഠിച്ചു പോകണം. നോക്കിയേ, അത് അതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ പഠിച്ചില്ലേ? അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. ഇവിടെ പറയുകയാണ്, അത് കർത്താവ് നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ വീണ്ടെടുപ്പ് പ്രാപിച്ച ഓരോ ദൈവ പൈതലും ഇനി എങ്ങനെ നടക്കണം? ജ്ഞാനത്തിലും വിവേകത്തിലും നടക്കണം. മനസ്സിലായോ? ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് ഇവിടെ പറയുകയാണ്, കൃപാദന പ്രകാരം. ഞാൻ ഇന്ന് രാവിലെ ഈ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ എത്ര ഉണ്ട്? 14 ലേഖനമുണ്ട്. ഈ 14 ലേഖനം നിങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാ ലേഖനത്തിന്റെയും അവസാനം പൗലോസ് കൊണ്ട് നിർത്തുന്നത് എങ്ങനെയാണെന്നറിയോ? അറിയാം? യേശു ക്രിസ്തുവിന്റെ കൃപ അല്ലെങ്കിൽ കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റ് ചില ലേഖനങ്ങളിലും അത് വന്നിട്ടുണ്ട്, എന്നാൽ ഏറിയ പങ്കും പൗലോസിന്റെ ഓരോ ലേഖനം, റോമാലേഖനം ഒഴിച്ചിട്ട് ബാക്കി ലേഖനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാം പൗലോസ് എഴുതിയിരിക്കുന്നത് കൃപ കൃപ കൃപ. മനസ്സിലായോ? ഈ കൃപ പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ
വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. വേറൊരു ഭാഗത്ത് പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ പാപത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടത്, കൃപയാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിലേട്ടൊക്കെ വരുമ്പോൾ പൗലോസ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. നോക്കിക്കേ, നമ്മൾ വീണ്ടെടുപ്പ് പ്രാപിച്ചു. ഇനി നമ്മൾ ഈ ജ്ഞാനത്തിലും വിവേകത്തിലും നടക്കണം. മനസ്സിലായോ? നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പഴയ പടിയിലേക്ക് പോവാ. കുഞ്ഞുങ്ങളെ ഓർത്തോണം, നമുക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുക്കൽ ലഭിച്ചു. അതിക്രമങ്ങളുടെ മോചനം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ മക്കളെ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിക്കോണം. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് കിട്ടി. അപ്പൊ നമ്മളെ എന്തിൽ നിന്നാ വീണ്ടെടുത്തതെന്ന് ഓർത്തോണം. നമ്മൾ ആരായിരുന്നു എന്നുള്ളത് ഓർത്തോണം. അതായത് 2-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞ, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ ആരായിരുന്നു? മരിച്ചവരായിരുന്നു. പക്ഷെ കർത്താവ് നമ്മെ എന്ത് ചെയ്തു? ഒരു വീണ്ടും ജനനം നമുക്ക് നൽകി. മനസ്സിലായോ? ഇനി നമ്മൾ എങ്ങനെ നടക്കണം? വിവേകത്തിലും ജ്ഞാനത്തിലും, സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോണം? നടന്നോണം. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. കണ്ടോ? ഇനി അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. 9-ാം വാക്യം മക്കളെ. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. മർമ്മം എന്ന് പറഞ്ഞാൽ എന്നാ? മിസ്റ്ററി, മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. മനസ്സിലായോ? ഈ മറഞ്ഞിരുന്ന ഒരു കാര്യം കർത്താവ് നമ്മളെ അറിയിച്ചതാണ്. നമ്മൾ 2-ാം വാക്യത്തിൽ 3-ാം വാക്യത്തിൽ വായിച്ചത്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ നമ്മെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അപ്പൊ അതൊരു മിസ്റ്ററി ആയിരുന്നു. നമ്മളെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുന്ന ലോകത്തിന് അവൻ ഫൗണ്ടേഷൻ ഇടുന്നതിന് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുൻപേ, ബേസ്മെന്റ് ഇടുന്നതിന്, ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പേ. കണ്ടോ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ മക്കളെ അതിന്റെ അർത്ഥം എന്നാ? ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പേ നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്ന്. ദൈവത്തിന്റെ ഉള്ളിൽ നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കുറിച്ച് ഉള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു തെരഞ്ഞെടുക്കാനായിട്ട്. നമ്മള് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ജനിച്ചൊന്നുമില്ല. പക്ഷെ ജനിക്കുന്നതിന് മുൻപേ കർത്താവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ജനിക്കുന്ന സകല വ്യക്തികളും ആരായിട്ട് മാറണമെന്ന്, കർത്താവിനെ പോലെ ആകണമെന്ന്. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും ആരായിരിക്കണം? വിശുദ്ധരായി. ഇത് പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞൊരു ഭാഗം, പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചു, ഇവരെന്നെ പോലെ ആരാകണം, വിശുദ്ധരാകണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇവർക്ക് ഒത്തിരി ഉപകാരം കർത്താവ് എന്ത് ചെയ്തു. പക്ഷേ ഈ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഈ ഹിസ്കിയാവിനെ കുറിച്ച് പഠിക്കുമ്പോഴേ, ഞാൻ ഇതിനോട് ചേർന്ന് പറയും, ഹിസ്കിയാവിന് എത്ര വർഷമാണ് കർത്താവ് കൂട്ടിക്കൊടുത്തത്? 15 വർഷം. നിങ്ങൾ ഹിസ്കിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം അവന് കൊടുത്ത നന്മയ്ക്കനുസരിച്ച് അവൻ എന്ത് ചെയ്തില്ല? ജീവിച്ചില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? ദൈവം കൊടുത്ത നന്മയ്ക്കനുസരിച്ച് അവൻ എന്ത് ചെയ്തില്ല? ജീവിച്ചില്ല. നിങ്ങൾ ഓർക്കണം, ഇസ്രായേൽ ജനത്തിന് ദൈവം ഒത്തിരി അത്ഭുതങ്ങളൊക്കെ കാണിച്ചില്ലേ? നമ്മൾ കണ്ടതിനെക്കാട്ടി അത്ഭുതം ആര് കണ്ടു? ഇല്ലേ? നമ്മളാരെങ്കിലും വെള്ളം വീഞ്ഞായത് കണ്ടോ? നമ്മളാരെങ്കിലും കടല് 2ആയിട്ട് മാറിയത് കണ്ടോ? നമ്മൾ കണ്ട അത്ഭുതം ഏറ്റവും വലുത് എന്തുവാ?
എന്താ നമ്മൾ കണ്ട അത്ഭുതം? ഒരു ക്യാൻസർ രോഗി എന്ത് ചെയ്തു? സൗഖ്യമായി. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കടലിലുണ്ടായതൊക്കെ നമ്മൾ വിശ്വാസത്താലല്ലേ കണ്ടത് ഇതെല്ലാം? അല്ലേ? അതോ നമ്മൾ ആരും കണ്ടോ പോയി? ആരും കണ്ടിട്ടില്ല. ഇനി പുതിയ നിയമത്തിലോട്ട് വന്ന് വെള്ളം വീഞ്ഞായത് നമ്മളാരും എന്ത് ചെയ്തില്ല? കണ്ടില്ല. അന്ന് മുടന്തൻ സൗഖ്യമായത് നമ്മളാരും എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. ലാസ് ഉയർത്ത് നമ്മളാരും എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. എന്നാൽ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ചെയ്ത പോലെ അത്ഭുതങ്ങൾ നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ ഇടിമുഴക്കി, ഭയങ്കര ഇടിമുഴക്കിയിട്ട് ശത്രുക്കളെ ഓടിച്ചായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അല്ലേ? വായിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ പറഞ്ഞിട്ട് കർത്താവ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇനി കർത്താവ് ഒരു ദൂതനെ അയച്ച് ഒരു രാത്രിയിൽ അശൂർ പാളയത്തിൽ എത്ര പേരെ കൊന്നു? ശത്രുക്കളെ, ഇസ്രായേൽ ജനത്തിന്റെ ശത്രുക്കളെ എത്ര പേരെ കൊന്നു? ഞാനങ്ങ് പറയാം. പോട്ടെ. 1,85,000 പേരെ എന്ത് ചെയ്തു? ശരിയാണോ? കൊന്നു. 1,85,000 പേരെ ഒരു ദൂതൻ ഒരു രാത്രിയിൽ ഇറങ്ങി എന്ത് ചെയ്തു? ഇതാര് കണ്ടു? പഴയ നിയമ ദൈവം ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? കണ്ടു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം അവിടെ ഇവർ പോയ വഴിക്കൊന്നും വേണ്ടി അത്ഭുതം കണ്ടു. മന്ന വീണത് കണ്ടു. അല്ലേ? പിന്നെ കാടപ്പക്ഷി ഇവർക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന പൊക്കത്തിൽ പറന്നു എന്നാണ് എഴുതിയേക്കുന്നത്. കണ്ടു. അഗ്നിസ്തംഭം, മേഘസ്തംഭം, ഇതെല്ലാം അവർ കണ്ടു. കടൽ രണ്ടാകുന്നത് കണ്ടു. പിന്നെ പാറ പിളർന്ന് വെള്ളം വരാം. അതൊക്കെ ഉലകത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ്. ഇല്ലേ? പാറയെ അടിച്ചപ്പോൾ എന്ത് ചെയ്തു? വെള്ളം പുറപ്പെട്ടു. മന്ന, ഇതെല്ലാം കണ്ടു. ഇനി മാറയെ ദൈവം എന്ത് ചെയ്തു? കയ്പായതിനെ മധുരമാക്കി. ഇതെല്ലാം നമ്മൾ ഇവർ കണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം കണ്ടതിൽ എത്ര പേര് കനാൻ ദേശത്തെത്തി? 2 പേര്. അല്ലേ? ആരൊക്കെയാ? യോശുവയും കാലേബും. നിങ്ങളത് നോക്കിക്കേ. ഇത്രയും അത്ഭുതങ്ങൾ കണ്ടു. മന്ന തിന്നു, കാടയിറച്ചി തിന്നു, കയ്പായ വെള്ളം മധുരമാക്കിയത് കുടിച്ചു. അല്ലേ? ചെങ്കടലിൽ കൂടെ നടന്നു. മിസ്രൈം സൈന്യം വെള്ളത്തിൽ മരിച്ചു പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. ഇല്ലേ? എന്തും വേണ്ടി അത്ഭുതമാണ് കണ്ടത്. പക്ഷെ അവസാനം ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്ത് എത്ര പേരാ എത്തി? അതിന്റെ കാരണം എന്താ? കർത്താവിന്റെ കുഴപ്പമായിരുന്നു? ആയിരുന്നു മക്കളെ? കർത്താവ് ചെയ്ത അത്ഭുതം അങ്ങോട്ട് ശരിയാകാഞ്ഞിട്ടാണ്. അപ്പൊ കുഴപ്പം ആരുടെ ആയിരുന്നു? നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കുഴപ്പമായിരുന്നു. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചേക്കുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിൽ കൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി അങ്ങോട്ട് വെച്ച് താഴോട്ട് വന്നിട്ട് അവിടെ പറഞ്ഞു അവര് പാറയിൽ നിന്ന് കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്തത്, അവരെ മരുഭൂമിയിൽ. അപ്പൊ ഈ ദൈവം പ്രസാദിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമാണ്. മനസ്സിലായോ? നോക്കി, നമ്മൾ ഭാഗ്യവന്മാരാ. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മൾ എന്ത് ചെയ്തു? പ്രസാദം തോന്നി നമ്മളോട്. അല്ലേ? നോക്കിയേ, ഈ പഴയ നിയമത്തില് ഇവർക്ക് അത്ഭുതമൊക്കെ കാണിച്ചെങ്കിലും ഇവര് ദൈവത്തോട് എന്ത് ചെയ്തെന്നാണ് എഴുതിയേക്കുന്നത്? മത്സരിച്ചു എന്നല്ല എഴുതിയേക്കുന്നത്. പിറുപിറുത്തു, മത്സരിച്ചു, അങ്ങനല്ല നമുക്ക് എഴുതിയിരിക്കുന്നത്. അവരെ
ഉണ്ടോ, ദുർമോഹികളായി തീർന്നു. എന്നിട്ട് അവിടെ എഴുതിയേക്ക് ശ്രദ്ധിച്ചോണം, അവർ ദുർമോഹികൾ ആയതുപോലെ നാമും, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ച ചൊവ്വ വാക്യം ഒന്ന് വായിച്ച മക്കളെ. അവർ അടുത്തത് കുടിച്ചത് ഒറ്റ മിനിറ്റ് നോക്കിയേ. അപ്പൊ പഴയ നിയമത്തിൽ ആരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അപ്പൊ ആ പാറ ക്രിസ്തു ആയിരുന്നു. നോക്കിയേ, പഴയ നിയമ ഇസ്രായേൽ ജനം യാത്ര പോകുമ്പോഴും ആര് കൂടെ ഉണ്ടായിരുന്നു? കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത വായിച്ചേ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അടുത്തത് അടുത്തത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അടുത്തത് അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എഴുതിയേക്കുന്ന ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവർ മോഹിച്ചതുപോലെ. അപ്പൊ അവരുടെ മോഹം ശരിയായിരുന്നു. ഇവിടെ എഴുതിയേക്കുന്നത് നോക്കണം മക്കളെ, ആ വാക്യം ഒന്ന് ഇതിനകത്തിട്ടെ. എക്സോഡസ് അല്ലല്ലോ, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10:6. ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കണം. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരും ഇങ്ങോട്ട് കാണാമല്ലോ എല്ലാവർക്കും. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും. അപ്പൊ ഇവരുടെ മോഹം എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മൾ പറയും മോഹം നല്ലതാണ്, പക്ഷെ ദുർമോഹം പാടില്ല. പക്ഷെ ഇവരുടെ മോഹം തന്നെ എന്തായിരുന്നു? കണ്ടോ? അപ്പൊ നമ്മുടെ എല്ലാ മോഹവും പിണങ്ങിയ നിങ്ങൾക്ക്, നമ്മുടെ എല്ലാ മോഹവും ശരിയല്ല. കാരണം അവരെ കുറിച്ച് എഴുതിയത് നിങ്ങൾ വായിച്ചു നോക്ക്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാൻ. അപ്പൊ അവരുടെ മോഹം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് തന്നെ ദുർമോഹമായിരുന്നു. കണ്ടോ? അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. കണ്ടോ? ഇത് ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അടുത്ത വായിച്ച മക്കളെ. കണ്ടോ? ജനം തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം. കണ്ടോ? അതിനങ്ങനെ എഴുതിയിരിക്കുന്നത്. ജനം തിന്നാനും കുടിപ്പാനും ഇരുന്നു. അടുത്തവരെ എഴുന്നേറ്റ് എന്തിനാ? കളിപ്പാൻ എഴുന്നേറ്റ്. ഇതെന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം, 31-32 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ അഹരോനോട് ജനമെല്ലാം ചെന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങളെ നടത്തിക്കൊണ്ടൊന്നും മോശയെ കാണാനില്ല, എന്തു പറ്റിയതൊന്നും ഞങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ വേണം. അഹരോൻ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങളുടെ സ്വർണ്ണം എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാം കൂടി ഇട്ടു, വാർത്തെടുത്തപ്പോൾ അതെന്തായിട്ട് വന്നു? ഒരു ആളക്കുട്ടിയായിട്ട് വന്നു. അഹരോൻ പറഞ്ഞു, ഇന്ന് യഹോവയ്ക്ക് ഉത്സവമുണ്ട്, അതുകൊണ്ട് വേണ്ട, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞ ദൈവം നാണ്ടിരിക്കുന്നു, ചാടിക്കോളാൻ പറഞ്ഞു. നമുക്കറിയാം, അവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെ അവർ ചാടിയെന്നൊക്കെ. ചാടി അവസാനം തുണി പറഞ്ഞു പോയി, അല്ലേ? അത് നിങ്ങൾ വായിച്ചു നോക്ക്. നമ്മുടെ ബൈബിളിൽ പുറപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് കെട്ടഴിഞ്ഞവരായി വിട്ടെന്ന. പക്ഷെ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചു നോക്കണം, നേക്കണം എഴുതിയേക്കുന്നത്. തുണി പോലും പോയത് ഇവരെന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. അത്രയ്ക്ക് ഉത്സവം അവരങ്ങ് ശരിക്കും എന്ത് ചെയ്തു, ആഘോഷിച്ചു. പോട്ടെ, നോക്കിക്കേ, ഇവിടെ പറഞ്ഞു ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. എഴുന്നേറ്റിട്ട് ഇത് തന്ന ദൈവത്തിന് നന്ദി പറയാതെ
ഇവർ കളി തുടങ്ങി. അവർ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ ആരാകരുത് എന്ന് പറഞ്ഞാൽ, ഈ തിന്നാനും കുടിക്കാനും കൊടുത്ത ദൈവത്തെ മറന്നിട്ട് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ കിടന്ന് കളി തുടങ്ങി. മനസ്സിലായോ? അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആരായി മാറരുത്. അവർ കാളയെ ഉണ്ടാക്കി വിഗ്രഹാരാധന തുടങ്ങി. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവമക്കളെ, തിന്നാനും കുടിപ്പാനും ഇല്ലാതിരുന്ന കാലത്ത്, ഇതിനു വേണ്ടി കരഞ്ഞ കാലത്ത് ഈ ജനത്തിന് വേണ്ടത്, ദൈവജനത്തെ നമ്മൾ വായിക്കുന്ന ഈ മന്നായും കാടപ്പക്ഷിയും കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഒരു വാക്കുണ്ട്. എന്തൊരു ഭക്ഷണമാണ് കൊടുത്തതെന്നറിയോ? മല്ലന്മാരുടെ ഭക്ഷണം, അല്ലെ ശക്തന്മാരുടെ ഭക്ഷണം കൊടുത്തെന്നാണ് എഴുതിയേക്കുന്നത്. നമ്മൾ പാടത്തില്ലേ, ശക്തന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, നമ്മൾ വായിക്കത്തില്ല, പാടത്തില്ലേ? അപ്പൊ നോക്കിയാൽ ഇത് ആര് കഴിക്കുന്ന ഫുഡാ കൊടുത്തേ? ശക്തന്മാര് കഴിക്കുന്ന ഫുഡ് കൊടുത്തു. ഈ കൊടുത്ത ദൈവത്തെ ഇവരെന്ത് ചെയ്തു? മറന്നേച്ച് കളി തുടങ്ങി. മനസ്സിലായോ? നമുക്ക് അങ്ങനെ ആണല്ലോ. വിഷയമൊക്കെ മാറി കഴിയുമ്പോ പിന്നെ നമുക്ക് എന്നാ, പിന്നെ പ്രശ്നമെല്ലാം മാറി കഴിയുമ്പോ പിന്നെ നമുക്ക് എന്നാ പിന്നെ തോന്നുന്നേ? ഇനിയിപ്പം ഈ ആഴ്ച പ്രാർത്ഥനയ്ക്ക് പോയില്ലേലും, ഈ ആഴ്ച സൂമിലെ മീറ്റിങ്ങിന് കയറിയില്ലേലും കുഴപ്പമൊന്നും ഇല്ല. നിങ്ങളോർത്ത ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എല്ലാം ശാന്തമായിട്ട് പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചോണം. എന്താണെന്നറിയോ? കൊടുങ്കാറ്റിന്റെ തുടക്കമാണ് ഇവിടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പൗലോസും കൂട്ടരും കൂടെ കപ്പലെ യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 26 അതിന്റെ 27 13 വായിച്ച എളുപ്പമുണ്ട് ആരെങ്കിലും. തെക്കൻ കാറ്റ് മന്ദമായി കുതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരം എടുത്ത ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. ശ്രദ്ധിച്ചോണം, ഇവിടെ പറയുന്നത് തെക്കൻ കാറ്റ് മന്ദമായിട്ട് ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരം എടുത്ത് മറ പറ്റി ഓടി. അടുത്ത വായിച്ചേ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി, കുറെ കഴിഞ്ഞപ്പോൾ അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ, നമ്മൾ നോക്കുമ്പോ എല്ലാം ശാന്തമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഓർത്തോണം. അടുത്ത ദിവസം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. ഇനി ഉപവസിക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ണുനീരോടെ ദിവസം നീ പ്രാർത്ഥിച്ചോണം. മനസ്സിലായോ? കാരണം ഈ ശാന്തമായിട്ട് പോകുമ്പോഴാണ് അറിയാതെ പിശാച് കയറി അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രാർത്ഥിച്ചോണം ദൈവമക്കൾ, കണ്ണുനീരൊഴുക്കിക്കോണം. കർത്താവെ, ദുഷ്ടൻ എന്നെ കാണുവാൻ അനുവദിക്കരുത്, ദുഷ്ടൻ എന്നെ തൊടാൻ അനുവദിക്കരുത്, അവൻ എന്നെ കയ്യിലെടുക്കാൻ അനുവദിക്കരുത്. മനസ്സിലായോ? പിശാച് ആരെ കയ്യിലെടുക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. മനസ്സിലായോ? ഈ നമ്മെ പിശാച് കയ്യിലെടുത്താൽ തീർന്നു. പിന്നെ അവന്റെ പാവയായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. മനസ്സിലായോ? പിശാച് കയ്യിലെടുത്ത എത്രയോ വിശുദ്ധന്മാര് പോർക്കളത്തിൽ പട്ടുപോയി. നമ്മൾ പാടത്തില്ലേ, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം. കണ്ടോ? നോക്കിക്കേ,
ദൈവമക്കളെ അറിഞ്ഞില്ലവര്. ശാന്തമായിട്ട് പോയപ്പോൾ അവർ വിചാരിച്ചു എല്ലാം ഓക്കെയാണെന്ന് വിചാരിച്ചു. നമ്മൾ നോക്കുമ്പോൾ രോഗം ഇല്ല, ആർക്കും ജോലിയിൽ പ്രശ്നമൊന്നുമില്ല, സാമ്പത്തിക നില ഓക്കെ, എല്ലാം ഓക്കെ, കൊള്ളാം, ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അന്നേരം നിങ്ങൾ പ്രാർത്ഥിച്ചോണം, കർത്താവേ ഈ തന്ന ശാന്തതയ്ക്കായി സ്തോത്രം. പക്ഷെ അതിനപ്പുറത്ത് ദുഷ്ടൻ എന്നെ തൊടാൻ അനുവദിക്കല്ലേ, ദുഷ്ടൻ എന്നെ കയ്യിലെടുക്കാൻ അനുവദിക്കല്ലേ, അവന്റെ ആയുധമായിട്ട് ഞാൻ മാറാൻ ഇടയാകല്ലേ എന്ന് ദൈവജനം പ്രാർത്ഥിച്ചോണം. കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇവിടെ നമ്മൾ വായിച്ചെന്നറിയോ, തെക്കൻ കാറ്റ് മന്ദമായിട്ട് ഊതുകയാൽ കാര്യം സാധിച്ചു എന്ന് അവർക്ക് തോന്നി. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഈശാനമൂലനെന്ന കൊടുങ്കാറ്റടിച്ചു. ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തുകയാണ്, നമ്മുടെ സമയം തീർന്നല്ലോ. ദൈവമക്കളെ പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥനയാൽ അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. പ്രാർത്ഥനയാൽ അല്ലാതെ നിങ്ങൾക്ക് വിഷയങ്ങളുടെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് മാത്രമേ പിശാചിനെ പരാജയപ്പെടുത്താൻ കഴിയത്തുള്ളൂ. കണ്ണുനീരൊഴുക്കുന്ന ദൈവവൈതലിന് മാത്രമേ വിഷയത്തിന് മറുപടിയുള്ളൂ. മറന്നു പോകരുത്, പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് 5 മിനിറ്റേ കിട്ടിയുള്ളൂ, 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് 10 മിനിറ്റേ കിട്ടിയുള്ളൂ, ആ 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചോണം. പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭാവിയെ പിശാച് തകർക്കാതിരിക്കാൻ. നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നമ്മുടെ ബൈബിളിൽ, അറിയാമോ? ലെമന്റേഷൻ അല്ലേ? അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ക്ഷീണിച്ച് തളർന്ന് വഴിത്തലയ്ക്കൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കരയണം, അല്ലേ? പ്രാർത്ഥിക്കണം, കണ്ണുനീരൊഴുക്കണം. നോക്കണം, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുക, യിരെമ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക വിലാപങ്ങളുടെ പുസ്തകത്തില്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ വിലാപങ്ങളെന്നാ, ലെമന്റേഷൻ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമ്മൾ പ്രാർത്ഥിച്ചോണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പേരൻസ് അല്പം ഡൗൺ ആണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വിചാരിക്കും അപ്പന്റെ അമ്മയുടെ മാത്രം ഉത്തരവാദിത്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഭാര്യയ്ക്ക് ഉത്തരവാദിത്തം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഭർത്താവിന് ഉത്തരവാദിത്തം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രണ്ടുപേരുടെ ഉത്തരവാദിത്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലുണ്ട്. അല്പം ലേറ്റ് ആയാൽ ഭാരപ്പെടേണ്ട, വിടുതലുണ്ട്. കരയുന്ന ദൈവവൈതലിന് വിടുതലുണ്ട്. നമ്മൾ വിചാരിക്കും ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ പ്രാർത്ഥിച്ചിട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, വിടുതലുണ്ട്. കരയുന്ന ദൈവവൈതലിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. നമ്മളൊരു മരത്തിന്റെ മുമ്പിൽ അല്ല കരയുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. അവർ തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. നമ്മൾ കളിപ്പാനല്ല എഴുന്നേറ്റത്, നമ്മൾ കരയാനാണ് എഴുന്നേൽക്കേണ്ടത്. നമുക്ക് തിന്നാനും കുടിപ്പാനും ഒക്കെ ദൈവം തന്നിരിക്കുമ്പോൾ ഇനി നമ്മൾ എഴുന്നേൽക്കേണ്ടത് കരയാൻ വേണ്ടി, ദേശത്തിന് വേണ്ടി കരയാൻ. നമ്മുടെ ഇടയിൽ നശിച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കരയണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരയണം, കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി കരയണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിഷയത്തിന് കരയുന്നത് പോലെ പോട്ടെ, അത്രയും പറ്റിയില്ലെങ്കിൽ ഒരു 75% കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി കരയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? പറ്റണം. എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അവരുടെ വിടുതലിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവെന്ന് ധൈര്യത്തോടെ എനിക്ക് ദൈവസഭയെ പറയാൻ പറ്റും.
നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണം. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.